പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ അധികം ഇങ്ങനെ ഗ്രാമർ അങ്ങനത്തെ എല്ലാം വെക്കുന്നത്. ഈ ഫോണറ്റിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോണറ്റിക്സ് ആദ്യം എന്തായാലും പഠിച്ചു വെക്കാം. അതായത് എക്സാമിന് 4 to 6 ആ ഒരു മാർക്കിനെ വരും. എന്നാലും നല്ലോണം പഠിച്ചു വെക്കാം. അതിലിങ്ങനെ നമുക്ക് കിട്ടാതെ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, ച് ജ് അതെല്ലാം ഇങ്ങനെ പഠിച്ചു വെക്കാം. പിന്നെ അതുപോലെ സൗണ്ട് ചോദിക്കും. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് കോളനീൻ്റെ എത്ര ലെറ്ററാണ്? 6 ലെറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ശബ്ദം നോക്കാം. 2 ശബ്ദമായി. ലോ, ല, ഓ 2 3 4 ശബ്ദമായി. നി, ന്, വൈ, നി 6 ശബ്ദം. അങ്ങനെ ലെറ്റർ സൗണ്ട് വേർതിരിച്ച് പറയാൻ നോക്കാം. നമുക്ക് കുറച്ച് നമുക്ക് നോട്ടിൽ എഴുതുന്നുണ്ട്, അതെല്ലാം ഇങ്ങനെ പറഞ്ഞു നോക്കാം. പിന്നെ റൈസിംഗ് ടോൺ, ഫാളിംഗ് ടോൺ എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ്, WH ക്വസ്റ്റ്യൻ അതും ഇങ്ങനെ വൃത്തിക്ക് പഠിച്ചു നോക്കാം. റൈസിംഗ് ടോൺ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പൊളൈറ്റ്, റിക്വസ്റ്റ് അതും പഠിച്ചു നോക്കാം. അതെന്തായാലും ചോദിക്കും. പിന്നെ ഫോമൽ ഇംഗ്ലീഷ്, ഇൻഫോമൽ ഇംഗ്ലീഷ് അവൻ്റെ നേരത്തെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം അതെല്ലാം ലീവാണെങ്കിൽ ചോദിക്കുക. ഇതിലധികം നമ്മളെ ഈ എലിസാഡ് കൂടിയിട്ടില്ലേ പിഗ്മാലിന്, അതിൻ്റെ ഒരു പാഠത്തിൻ്റെ കഥയെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് കൊടുക്കാൻ കാരണം അതിൽ ഇംഗ്ലീഷിൻ്റെ കുറിച്ചല്ല പറയുന്നത്, ലാംഗ്വേജിനെ കുറിച്ചിട്ട്. അതാണ് ഈ പാഠത്തിൽ കുറേ ഇ ആ ഇ യോ ആ ഇ ഊ എന്നല്ല മറ്റെന്തെങ്കിലും ശബ്ദമുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും അതെല്ലാം 64-65 പേജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.